പ്രീ സ്കൂൾ മാനേജ്മെൻറ്റ് ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന യൂണിറ്റ് 1 പാർട്ട് 2 സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ നമുക്കറിയാം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എങ്ങനെ ആയിരിക്കണം, എങ്ങനെയാണ് കുട്ടികളുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. It is important that the seating arrangement in preschool be flexible and adaptable to different arrangements to suit with different activities in preschool classrooms like large group activities, small group activities, music and movement, art activities, individual or small group instruction by the teachers, reading aloud to children, which require different types of seating arrangements. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിരിക്കണമെന്നാണ്. നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് ഒരേ സ്ഥലത്ത് തന്നെ വിദ്യാർത്ഥികളെ ഇരുത്തണമെന്ന ഒരു ചിന്തയുണ്ട്. അത് തെറ്റാണ്. നമുക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കണം. ചില സമയത്ത് നമുക്ക് ലാർജ് ഗ്രൂപ്പ് ആക്ടിവിറ്റികളൊക്കെ ചെയ്യണം ക്ലാസ് റൂമിൽ. അപ്പോൾ നമ്മൾ കുട്ടികളെ അതിനനുസരിച്ച് കൊണ്ടിരുത്തും. സ്മോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണെങ്കിൽ അങ്ങനെ, മ്യൂസിക് ആൻഡ് മൂവ്മെൻറ്റ് ഒരു ആക്ട് ആക്ടിവിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ചിലപ്പോൾ ഇൻഡിവിജ്വലായി ഇരുത്തേണ്ടി വരും. അപ്പോൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ശരിക്കും പ്രീ സ്കൂളുകളിൽ ഇല്ല. അത് ഫ്ലെക്സിബിളാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്കിരുത്താം. അത് നമ്മൾ നടത്തുന്ന ആക്ടിവിറ്റികൾ, നമ്മൾ കൊടുക്കുന്ന വർക്കുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ തന്നെ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ക്ലാസ് റൂം അഡാപ്റ്റേഷൻ. അഡാപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരുത്തപ്പെടുക. ക്ലാസ് റൂമുകളെ നമ്മൾ പൊരുത്തപ്പെടേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ടീച്ചർ ഒരു ക്ലാസ്സിലേക്ക് പോയി, അങ്ങനെ ക്ലാസ്സിൽ ചെന്ന് നോക്കുമ്പോഴാണ് if there are or if the teacher found some children with special needs, സ്പെഷ്യൽ ആയിട്ടുള്ള നീഡ്, പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ട് എന്ന് സങ്കല്പിക്കുക. then classroom adaptations with regard to physical facilities and teaching learning processes become essential. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് മാറ്റണം. കാരണം ഈ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുന്നത് പോലെ ഇവർ പറ്റില്ല. ഇതിൽ സ്പെഷ്യൽ നീഡുകളുള്ള കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൊണ്ടുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തണം. Suggested below are some adaptations and modifications which can be considered in preschools for children with disability. ഡിസബിലിറ്റി ഉള്ള, പഠന വൈകല്യമുള്ള കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമിൽ നമ്മൾ എന്തൊക്കെ അഡാപ്റ്റേഷനാണ് വരുത്തേണ്ടത്? എന്താ ചെയ്യേണ്ടത് അറിയോ? വളരെ ശ്രദ്ധിക്കണം ടീച്ചേഴ്സ്. സിംപ്ലിഫൈ ആൻഡ് റിപ്പീറ്റ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡയറക്ഷൻസ്. വളരെ സിമ്പിളായിട്ടുള്ള ഇൻസ്ട്രക്ഷനെ കൊടുക്കാവൂ. വളരെയധികം വലിയ സംഭവത്തെ പഴംപൊരി തിന്നോളൂ മക്കളെ എന്ന് പറയാനുള്ള സ്ഥലത്ത് പഴം ഇതളുകളായി അരിഞ്ഞത് കേരമരത്തിൻ്റെ ചാറിൽ മുക്കി അടർത്തിയെടുത്ത മധുര പലഹാരം എന്ന് പറയേണ്ടതിൻ്റെ കുട്ടികൾ ബോധം കെട്ട് വീഴും. അപ്പം നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് വീണ്ടും 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 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലേ കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ. രണ്ടാമത്തത് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രാക്ടീസിങ് സ്കിൽസ് റിപ്പീറ്റഡ്ലി. കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം കൊടുക്കാം. നമ്മൾ വിചാരിക്കുന്ന ടീച്ചർ ഒരു പ്രാവശ്യം പറഞ്ഞാൽ തീർന്നു. അല്ല, അവർക്ക് പ്രാക്ടീസ് ചെയ്താലേ അത് തലയിൽ കയറുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കണം. പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഇൻ എ പോസിറ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് മാനർ. കുട്ടി എന്ത് കാര്യം ചെയ്താലും ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കൊടുക്കണം. പോസിറ്റീവായത്, ഹേയ് നീ എന്താ കാണിച്ചേ, നീ എന്ത് വൃത്തി കാണിച്ചത്, അങ്ങനെയല്ല എന്നുള്ള നെഗറ്റീവല്ല. പോസിറ്റീവ്, നന്നായിട്ടുണ്ട്, ഒന്നിങ്ങനെയും കൂടി ചെയ്ത് നോക്ക്, കുറച്ചും കൂടി ഇങ്ങനെ ചെയ്താൽ നന്നാകും, സൂപ്പറാണ്, നിനക്ക് കഴിയും. ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് നൽകിക്കൊണ്ടേയിരിക്കണം. പ്ലാൻ എ ഷെഡ്യൂൾ വിച്ച് ഈസ് ഡെവലപ്മെൻ്റലി അപ്രോപ്രിയേറ്റ്. ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂള്. അതിന് കൃത്യമായ ടൈം, ആവശ്യമായ സമയം നൽകിക്കൊണ്ടുള്ള ഒരു കൃത്യമായ ഷെഡ്യൂൾ. പ്രൊവൈഡ് ചോയ്സസ് ടു ചിൽഡ്രൻ സോ ദാറ്റ് ദേ ക്യാൻ ഫോളോ ദെയർ ഇൻട്രസ്റ്റ് ആൻഡ് സ്ട്രെങ്ത്. കുട്ടികൾക്ക് ചോയ്സുകൾ നൽകണം, തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങൾ നൽകണം. അപ്പോഴാണ് അവരുടെ ഇൻട്രസ്റ്റ് ഏതാണെന്നും സ്ട്രെങ്ത് ഏതാണെന്നും നമുക്ക് മനസ്സിലാവുന്നത്.
അതേപോലെ തന്നെ പ്രൊവൈഡ് കോൺക്രീറ്റ് എക്സാമ്പിൾസ് ആൻഡ് മെറ്റീരിയൽസ് സച്ച് ആസ് ടെക്സ്റ്റഡ് ലെറ്റേഴ്സ് നമ്പേഴ്സ് എക്സെട്ര. നമ്മളിങ്ങനെ ബോർഡിൽ എഴുതി കൊടുക്കുന്നതിന് പകരം കോൺക്രീറ്റ് എക്സാമ്പിളുകൾ കൊടുക്കുക. അതിനാണ് നമ്മൾ മോണ്ടിസറി മെറ്റീരിയലുകളൊക്കെ സാൻഡ് പേപ്പർ ലെറ്ററുകൾ, പ്രൈസിങ് ലെറ്ററുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. അതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനൊക്കെ പറ്റും. ആ രീതിയിലുള്ള കോൺക്രീറ്റ് എക്സാമ്പിളുകൾ കുട്ടികൾക്ക് കൊടുക്കണം. മറ്റൊന്ന് പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ ട്രാൻസിഷനുള്ള സപ്പോർട്ട്, വിഷ്വൽ ആൻഡ് വെർബൽ ക്യൂസ്, സോങ്സ്, മെറ്റീരിയൽസ്, റിംഗിങ് ബെൽ എക്സെട്ര. വിഷ്വലായിട്ടുള്ള വെർബൽ ക്യൂസ്, സോങ്ങുകൾ, അതേപോലെ ഞാൻ നേരത്തെ ക്ലാസ് റൂമുകളിലൊക്കെ സ്മാർട്ട് ടി വികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വിഷ്വലായി അത് ഫീൽ ചെയ്യാനുള്ള ഓപ്ഷനുകൾ. അതേപോലെ തന്നെ ഡിസ്കസ് ചിൽഡ്രൻസ് ഫീലിങ്സ് ആൻഡ് പ്രൊവൈഡ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ. ചിലപ്പോൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ടാകും. ആ ഫീലിങ്സ് എന്താണെന്ന് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ അവർക്ക് ഇൻഡിവിജ്വലായ അറ്റൻഷനും കൊടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന് അലോ ചിൽഡ്രൻ ടു ഡെമോൺസ്ട്രേറ്റ് ഓർ കമ്മ്യൂണിക്കേറ്റ് ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഇൻ മൾട്ടിപ്പിൾ വേസ്. കുട്ടികൾക്ക് കാര്യങ്ങളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അവതരിപ്പിക്കാനും അവർ മനസ്സിലാക്കിയ രൂപത്തിൽ അത് നമ്മെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മൾട്ടിപ്പിൾ വേ ആണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുട്ടി ചിലപ്പോൾ തിരിച്ച് പറയില്ല. കുട്ടിക്ക് മനസ്സിലായ രൂപത്തിൽ വേറെ രൂപത്തിലായിരിക്കും നമ്മളത് തിരിച്ച് പറയുന്നത്. അപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും അത് മൾട്ടിപ്പിളായ വഴികളിലൂടെ, വ്യത്യസ്ത വഴികളിലൂടെ തിരിച്ച് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് നമ്മൾ നൽകുക. ഇതെല്ലാം ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഒരു ക്ലാസ് റൂമിലുണ്ടെങ്കിൽ നാം ചെയ്യേണ്ട അഡാപ്റ്റേഷനാണ്. അല്ലാതെ ഇതൊന്നും എനിക്ക് പറ്റില്ല, ആ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക, അവനക്ക് കഴിയില്ല എന്നൊന്നും പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. ഇനി കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ഇൻഡോർ പ്ലേ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഇൻഡോർ എൻവയോൺമെൻറ്റിനെ കുറിച്ച് പഠിച്ചു. ഇതുപോലെ തന്നെ നമുക്ക് ഔട്ട്ഡോർ പ്ലേ എൻവയോൺമെൻറ്റ് വേണം. ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മുന്നിലേക്ക് ആദ്യം വരുന്ന ഒരു കാര്യം ഗ്രൗണ്ടാണ്. എല്ലാവരും പറയും, ഇപ്പോൾ സാധാരണ വലിയ വലിയ സ്കൂളുകൾക്കൊക്കെ അംഗീകാരം കൊടുക്കുന്നത് ഗ്രൗണ്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ്. കാരണം ഔട്ട്ഡോർ പ്ലേ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഔട്ട്ഡോർ പ്ലേ എന്ന് പറയുന്നത് സ്കൂളിൻ്റെ ക്ലാസ് റൂമിന് പുറത്ത് പോയി കളിക്കുന്നതിനെയാണ് ഔട്ട്ഡോർ പ്ലേ എന്ന് പറയുന്നത്. ഔട്ട്ഡോർ പ്ലേ എൻവയോൺമെൻറ്റ് ഷുഡ് പ്രൊവൈഡ് എ ബ്ലെൻഡ് ഓഫ് നാച്ചുറൽ ഏരിയാസ്, എൻവയോൺമെൻറ്റൽ ഫീച്ചേഴ്സ് ആൻഡ് പ്ലാന്റ്സ് ടു ഇൻട്രസ്റ്റ് ചിൽഡ്രൻ ഇൻ ലേണിംഗ് അബൌട്ട് നേച്ചർ ആൻഡ് ഇറ്റ്സ് എലമെൻറ്റ്സ്. അപ്പോൾ ഔട്ട്ഡോർ പ്ലേയിലേക്ക് പോകുമ്പോഴാണ് കുട്ടി ഒന്നും കൂടി വിശാലമായി ചിന്തിക്കുന്നത്. ഒരുപാട് മരങ്ങളെക്കുറിച്ചും പ്ലാന്റുകളും അതുപോലെ തന്നെ നേച്ചറുകളും അതിലുള്ള എൻവയോൺമെൻറ്റിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കി ഒന്നും കൂടി കുട്ടി ഒന്ന് ആക്റ്റീവ് ആകുന്നത് ഔട്ട്ഡോർ പ്ലേ. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ വലിയ വലിയ സ്കൂളുകൾ എത്തിയാൽ പോലും 10ാം ക്ലാസ്സും +2 വരെ നമുക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകമായ PT പീരീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പീരീഡ് തന്നെ നമുക്ക് അനുവദിക്കുന്നത്. അപ്പോൾ ഔട്ട്ഡോർ പ്ലേ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. The need for setting the outdoor play, maximizing the space and ensuring safety of children is important while designing outdoor play environment. പക്ഷേ ഈ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികളെ പുറത്തേക്ക് കളിക്കാൻ വിടുന്ന സമയത്ത് അവിടെ ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കുട്ടി ഓടുമ്പോൾ വീഴാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഔട്ട്ഡോർ പ്ലേ സ്പേസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പിഞ്ചു കുട്ടികളായതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ടുള്ള ഒരുപാട് പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ദ ഔട്ട്ഡോർ ഏരിയ മസ്റ്റ് ബി ഫ്രീ ഫ്രം ആനിമൽസ്. അവിടെ പട്ടി, അതുപോലെ തന്നെ കടന്നൽ പോലുള്ള തേനീച്ചകൾ പോലുള്ള സാധനങ്ങളൊന്നും പറ്റില്ല. പോയിസണസ് പ്ലാന്റ്സ്, ചില മരങ്ങളൊക്കെ തൊട്ടാവാടിയോ ചൊറിച്ചിലൊക്കെ വരുന്ന അങ്ങനെയുള്ള പല മരങ്ങളും ചെടികളൊക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ ഡേഞ്ചറസ് ഇൻസെക്ട്സ് അല്ലേ, പല പ്രാണികൾ, അതേപോലെ തന്നെ മറ്റു രീതിയിലുള്ള ഹാമും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഔട്ട്ഡോർ സ്പേസ് ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഫോളോയിങ് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലേയിങ് ഔട്ട്ഡോർ. പുറത്ത് കളിച്ചാലുള്ള ഗുണം, പുറത്ത് കളിക്കുമ്പോഴുള്ള ഗുണം എന്താ? ബെറ്റർ ഫിസിക്കൽ ഹെൽത്ത്, നല്ല ശാരീരിക ക്ഷമത ഉണ്ടാകും. കളിക്കാത്ത കുട്ടികളൊക്കെ ഒന്നും നടക്കില്ല. നന്നായി കളിക്കണം, മണ്ണിൽ കളിക്കണം. ന്യൂമറസ് ഓപ്പർച്യൂണിറ്റീസ് ടു സ്ട്രെങ്തൻ മോട്ടോർ സ്കിൽ. കുട്ടിൻ്റെ കൈയും കാലും ചലിക്കുന്നതിന് വേണ്ടി ഔട്ട്ഡോർ പ്ലേ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ കളിക്കാത്ത കുട്ടിയെ പ്രോത്സാഹിപ്പിച്ച് കളിപ്പിക്കുക. സ്ട്രെസ് റിലീഫ്, കുട്ടിയുടെ മനസ്സിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ
പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. ആരും വേണ്ട, മുതിർന്നവരൊക്കെ ഒന്ന് നമുക്ക് വലിയ പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് പുറത്തു പോയി എന്തെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കളികളൊക്കെ നടത്തിയാൽ തന്നെ നമുക്ക് എത്രമാത്രം റിലീഫാണത് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഗ്രേറ്റർ വിഷ്വൽ മോട്ടോർ ഇൻ്റഗ്രേഷൻ മീൻസ് the ability to control hand or body movement guided by vision. നമുക്ക് വിഷ്വൽ മോട്ടോർ ഇൻ്റഗ്രേഷൻ, കളിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ഹാൻഡ് അല്ലെങ്കിൽ ബോഡി മൂവ്മെൻ്റ് ഒക്കെ കൃത്യമായി അത് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടാകും. ചിലപ്പോൾ നമുക്കറിയാം രാത്രി ഈ ബെഡിലൊക്കെ മൂത്രമൊഴിക്കുന്ന ബെഡ് വെറ്റിംഗ് ഒക്കെയുള്ള കുട്ടികൾ എന്ന് പറയുന്നത് അവരെ നന്നായി കളിപ്പിച്ചാൽ തന്നെ ഒരു പരിധിവരെ അവർക്ക് ടോയ്ലറ്റ് കൺട്രോളിങ് പോലുള്ള വിഷയങ്ങളൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റും. ഗ്രേറ്റർ ക്രിയേറ്റിവിറ്റി, അവർക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാകും. സ്ട്രോങ്ങർ വെർബൽ ആൻഡ് സോഷ്യൽ സ്കിൽ, നല്ല സംസാരശേഷിയും സോഷ്യൽ സ്കില്ലും, ആളുകളുമായിട്ട് ഇടപെടാനുള്ള കഴിവുണ്ടാകും. അതേപോലെ തന്നെ വൈറ്റമിൻ ഡി, അത് വലിയ നമ്മുടെ എല്ലുകൾക്ക് ഭയങ്കര സ്ട്രോങ്നെസ് ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് പ്രത്യേകിച്ചിട്ട് സൺലൈറ്റ്, ഈ സൂര്യപ്രകാശം കൊള്ളുമ്പോൾ, വെയിലത്തൊക്കെ കളിക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് പറയും അയ്യേ വെയിൽ കൊള്ളണ്ട, നീ വെയിൽ കൊള്ളണ്ട എന്നൊക്കെ പറയും. വെയിൽ കൊള്ളുമ്പോൾ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ്, കുട്ടിയെ കളിക്കാൻ വിടണമെന്നാണ്. ഇൻക്രീസ്ഡ് അറ്റൻഷൻ ആൻഡ് കോഗ്നിറ്റീവ് എബിലിറ്റീസ്, അവർക്ക് നല്ല അറ്റൻഷൻ ഉണ്ടാകും, ഒരു സ്ഥലത്ത് ശ്രദ്ധിക്കാനും ചിന്താപരമായ കോഗ്നീഷൻ, അവൻ്റെ സെൻസുകളൊക്കെ ശരിക്കും അവിടെ പ്രവർത്തിക്കാനും അത് കാരണമാകുന്നു. ഇനി റോൾ ഓഫ് ടീച്ചേഴ്സ്, ടീച്ചേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത് ശരിക്കും എന്ത് ചെയ്യണം, വളരെയധികം കൃത്യമായി അറേഞ്ച് ചെയ്യേണ്ടത് ടീച്ചറുടെ ശരിക്കും ഒരു റോളാണ്. അപ്പോൾ ശരിക്കും ഒരുപാട് ഏരിയ ഉണ്ടാവുക എന്നല്ല, ഒരു ടീച്ചറുടെ റോള് ഉള്ള ഏരിയനെ നല്ല നീറ്റായിട്ട് കൈകാര്യം ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചില ആളുടെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ വീടായിരിക്കും, കുഞ്ഞു റൂം, പക്ഷെ അതിനെ നമ്മൾ ഒന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് നല്ല രസമാക്കി വെക്കും. എന്നതുപോലെ തന്നെ ഉള്ള ഏരിയകളെ ഒന്ന് നന്നായി അറേഞ്ച് ചെയ്യുക എന്നുള്ളത് വലിയ ഒരു സംഭവമാണ്. ഇറ്റ് മസ്റ്റ് ബി എൻഷുർഡ് ദാറ്റ് ദ മെറ്റീരിയൽ ഇൻ ആക്ടിവിറ്റി ഏരിയാസ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എക്സ്പ്ലോറേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് പ്ലേ. ആക്ടിവിറ്റി ഏരിയകളിലുള്ള മെറ്റീരിയലുകളൊക്കെ കുട്ടികൾക്ക് എക്സ്പ്ലോറേഷൻ ഉണ്ടാക്കാനും കണ്ടുപിടുത്തങ്ങൾ നടത്താനും ഗ്രൂപ്പായിട്ടും ഒറ്റക്കും പഠിക്കാനും തക്ക രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അതേപോലെ തന്നെ the selected material should have loose parts and the open-ended so that it empowers creativity. പിന്നെ ഈ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്ന ആക്ടിവിറ്റികളൊക്കെ അത്തരം മെറ്റീരിയലുകളൊക്കെ എന്ത് ചെയ്യുക, അവിടെ എത്തിച്ചു കൊടുക്കുക, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചേഴ്സ് കാൻ ഓൾസോ ഡിസൈൻ ആൻഡ് മേക്ക് എ വെറൈറ്റി ഓഫ് ലോ കോസ്റ്റ് ആൻഡ് നോ കോസ്പ്ലേ ആൻഡ് ലേണിംഗ് മെറ്റീരിയൽ. ലോ കോസ്റ്റ് ആയിട്ടുള്ള വളരെ ചിലവ് കുറഞ്ഞ രീതികളിലുള്ള മെറ്റീരിയലുകൾ അവർക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ടീച്ചേഴ്സ് ക്യാൻ ഓൾസോ ഡിസൈൻ ആൻഡ് മേക്ക് എ വെറൈറ്റി ഓഫ് ലോ കോസ്റ്റ്. ഇഷ്ടം പോലെ സാധനങ്ങൾ ടീച്ചർമാർക്ക് തന്നെ ഉണ്ടാക്കാം, ഒരു പണിയുമില്ല. ഈവൺ ഒരു വേസ്റ്റ് ഗ്ലാസ് കിട്ടിയാൽ അതിനെയും നമുക്കൊരു ആക്ടിവിറ്റി, അതിനെയും വെച്ചിട്ട് നമുക്കൊരു മെറ്റീരിയൽ ഉണ്ടാക്കാം. അതൊക്കെ വളരെ ഈസിയാണ്. ഇപ്പോൾ നമുക്ക് ഈ സാൻഡ് പേപ്പർ ലെറ്ററുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വലിയ പണിയൊന്നുമില്ല. കുറച്ച് പഞ്ചസാരയും ഒരു ഫെവിക്കോളും അല്ലെങ്കിൽ കുറച്ച് പൂഴിയും ഫെവിക്കോളും ഒരു ചാർട്ട് പേപ്പറും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ദ ടീച്ചർ ഷുഡ് റുട്ടീൻലി ചെക്ക് ദ കണ്ടൻസ് ഓഫ് ആക്ടിവിറ്റി ഏരിയാസ് ഫോർ സേഫ്റ്റി ആൻഡ് റീപ്ലേസ് അൺഅട്രാക്റ്റീവ് മെറ്റീരിയൽസ്. ടീച്ചർമാർ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ആക്ടിവിറ്റി ഏരിയ നോക്കണം, അവിടെ അനാവശ്യമായ സാധനങ്ങളുണ്ടോ, പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങളുണ്ടോ, കുട്ടികൾക്ക് നേരത്തെ കളിച്ച് മടുത്ത സാധനങ്ങളുണ്ടോ, ഉപയോഗിച്ച് പെൻസിലോ കളറൊക്കെ ചിലപ്പോൾ എന്താവാം, പെൻസിലും കളറുകളൊക്കെ തീർന്ന പെൻസിലൊക്കെ ഉണ്ടാവാം. അതൊക്കെ അവിടെ നിന്ന് നമ്മൾ അപ്പോൾ എന്ത് ചെയ്യണം, എടുത്ത് മാറ്റിക്കളയണം. ഡ്യൂറിങ് പ്ലേ ഇൻ ആക്ടിവിറ്റി ഏരിയ ടീച്ചർ മേ ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ചിൽഡ്രൻ വിത്ത് ഡെവലപ്മെൻറ്റൽ നീഡ്സ് ഓർ ഇമോഷണൽ പ്രോബ്ലംസ് ആൻഡ് ഷീ ക്യാൻ പ്രൊവൈഡ് റിക്വയർഡ് സപ്പോർട്ട് ആൻഡ് ഇൻ്റർവെൻഷൻ. പ്ലേ ഏരിയയിൽ അല്ലെങ്കിൽ ആക്ടിവിറ്റി ഏരിയയിൽ കുട്ടികൾ ആക്ടിവിറ്റിയിൽ ഇടപെടുമ്പോഴാണ് ഈ ടീച്ചർക്ക് ഓരോ കുട്ടിയുടെയും സ്വഭാവം മനസ്സിലാവുക. ആരൊക്കെയാണ് ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസ് ഉള്ളത്, ഇമോഷണൽ പ്രോബ്ലംസ് ഉള്ളത്, ആരൊക്കെയാണ് കുട്ടികളുമായിട്ട് ഇടപെടാതിരിക്കുന്നത്, അങ്ങനെ ആരൊക്കെയാണ് കുട്ടികളുമായിട്ട് ഇടപെടാതെ അങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടിക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ടീച്ചറിന് മനസ്സിലാവുന്നത് ഈ ആക്ടിവിറ്റി ഏരിയകളിൽ കളിക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സമയങ്ങളിൽ ഈ ടീച്ചർ അത് വിലയിരുത്തി ആവശ്യമായ സപ്പോർട്ടുകൾ നൽകാനും കൂടി ടീച്ചർ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇതാണ് നമുക്ക് സെക്കൻഡ് യൂണിറ്റിൽ നിന്നും പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ആകത്തുകയായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്
ഇൻഡോർ സ്പേസുകളും അതുപോലെ തന്നെ ഔട്ട്ഡോർ സ്പേസുകളും അതിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. താങ്ക് യു ഓൾ. നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കുക.